ഞാനൊരു സീറോ സൈസ് സ്പിന്നറാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഈ ഡെക്കാത്തലോൻ്റെയൊക്കെ സീറോ സൈസ് സ്പിന്നറില്ലേ, അതുപോലെ തന്നെ അതിനെ ഇൻസ്പയർ ചെയ്ത് ഉണ്ടാക്കിയേക്കുന്നതാണ്. പിന്നെ ഇത് പാലാങ്കണ്ണി, കുറുവ എന്ന മീനുകളെയൊക്കെ പിടിക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ അകത്ത് ഞാൻ ഈ ട്രിപ്പിൾ ഹുക്ക് ആ വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു, എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. ഞാനിപ്പം വേറൊരെണ്ണത്തിൻ്റെ ഊരിയിട്ട് ഇതിനിട്ട. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ശരി, പോയേക്കാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന സീറോ സൈസ് സ്പിന്നറാണ്. അതിന് വേണ്ടത് ചെറിയൊരു കമ്പി, ഒരു ഹുക്ക്, ഒരു വെയിറ്റ്, ഒരു 4 മുത്ത്, പിന്നെ സ്പിന്നർ ഉണ്ടാക്കാനുള്ളൊരു ചെറിയൊരു ഷീറ്റ്. കട്ടി കുറഞ്ഞാകുമ്പോഴത്തേന് നമുക്ക് സ്പിൻ ചെയ്യാൻ വേണ്ടി നല്ല സൗകര്യമായിരിക്കും. അതായത് ഇതിൻ്റെ അകത്ത് കിടന്ന് കറങ്ങാൻ വെയിറ്റ് കുറവാകുമ്പോഴത്തേന് സീറോ സൈസില്ലേ, ഇത് അൾട്രാ ലൈറ്റിന് വേണ്ടിയുള്ള സ്പിന്നറാണ്. നമുക്ക് തുടങ്ങാം. നമ്മൾ ആ സ്പിന്നറിന് വേണ്ടി ഒരു ക്ലാമ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളാദ്യം ആ ഒരു വശം കട്ട് ചെയ്യുക, ഒരു ചെറിയൊരു പീസ് എടുക്കണം. അതായത് ഒരു ക്ലാമ്പ് ഉണ്ടാക്കാൻ രീതിക്കുള്ള ഒരു നീളത്തിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു ഏകദേശം ഒരു 3 സെൻറ്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് വളയ്ക്കുക. യു ഷേപ്പിൽ വളയ്ക്കണം. യു ഷേപ്പിൽ വളച്ചിട്ട് നമ്മളത് ഒരു 2 സൈഡ് ഹോൾ വരുന്ന രീതിയിൽ വളച്ചെടുക്കണം. നിങ്ങളിപ്പോൾ കാണിച്ചു തരാം. 2 സൈഡും അത് ക്രോസ് വെച്ചിട്ട് 2 സൈഡും ഓപ്പോസിറ്റ് വളച്ച് അവിടെ ഒരു ഹോള് പോലെ ആക്കണം. ഹോള് പോലെ ആക്കിയതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, അതുപോലെ ജസ്റ്റ് ഒന്ന് വളച്ചെടുത്താൽ മതി. നല്ലോണം വളച്ചെടുക്കുക. അതിൻ്റെ അകത്തൂടെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഓടണം. ആ രീതിയിൽ വേണം വളച്ചെടുക്കാൻ. ഇപ്പോൾ ഏകദേശം ശരിയായിട്ടുണ്ട്. അത് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുവഴിയൊക്കെ തെറിച്ചു പോയി. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്താണ് നമ്മൾ സ്പിന്നർ ഇടുന്നത്. നിങ്ങൾ കണ്ടില്ലേ, ഇതേണ്ട ഈ സൈഡിൽ ഹോള് വരും, ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ ഹോള് വരും. നടുക്ക് യു പോലെ ഇരിക്കും. യു പോലെ വരുന്നിടത്താണ് സ്പിന്നർ ഇടുന്നത്. എന്നിട്ട് അതിൻ്റെ നടുക്കൂടെ കമ്പി വരും, കണ്ടില്ലേ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിയാലും അതിൻ്റെ അകത്ത് ഫ്രീ ആയിട്ട് കിടന്ന് ഈ സ്പിന്നർ ഓടിക്കൊണ്ടിരിക്കും. അപ്പം മീനൊക്കെ അടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ചെയ്തെടുത്താൽ മതി. നമ്മൾ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, നൈസായിട്ട് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്ക്. നമുക്ക് നോക്കാം. നമുക്കിനി സ്പിന്നർ കട്ട് ചെയ്യാം. സ്പിന്നർ കട്ട് ചെയ്യാൻ സിമ്പിളാണ്. ഇങ്ങനൊരു മടക്കുക. സ്പിന്നർ റെഡി. എന്നിട്ട് ദിവസത്തിലോട്ട് വെച്ചിട്ട് കട്ട് ചെയ്യാം. സ്പിന്നറിനൊരു ഹോൾ ഇടണം. ഈ ഒരു രൂപത്തിലാക്കി എടുക്കുക സ്പിന്നർ. ഏകദേശം ഒരു സൈസിൽ ഇതിലാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഹോളിടുക.
ഇത് നമ്മൾ ഹോളിട്ടിട്ടുണ്ട് അതിന് സ്പിന്നറിന് ഹോളിട്ടിട്ട് ഇതിൻ്റെ അകത്ത് ഇത് കയറ്റണം. ടാസ്ക് പിടിച്ച പരിപാടിയാണ്, എന്നാലും വലിയ ഹോളാണ്. കയറാൻ നമ്മളിൻ്റെ അകത്ത് സ്പിന്നറിൻ്റെ ഹോളിട്ട് കയറ്റിയിട്ടുണ്ട്. നമ്മുടെ ഒരു പഴയ ഫോണാട്ടോ, അതുകൊണ്ടാണ് ഒന്നും കാണത്തില്ലാത്ത, ഒന്നും ക്ലിയർ അല്ലാത്ത. ക്ഷമിക്കണം, നമുക്കെല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. നമ്മളിങ്ങനെ ചുറ്റി എടുത്തിട്ടുണ്ട്, ശകലം കൂടെ ചുറ്റാനുണ്ട്. മുത്തിടാം, നമുക്ക് മുത്തിടാനുള്ള ആദ്യം ഒരു ചെറിയ മുത്തിടുക. എന്നിട്ട് നമ്മൾ സ്പിന്നർ ഈ വശം താഴോട്ട് വരുന്ന പോലെ, അതായത് കുഴിയുള്ള വശം താഴോട്ട് വരുന്ന പോലെ ഇടുക. അതിനുശേഷം വലിയ മുത്തിടുക, ചെറിയ മുത്തിടുക. ചെറിയ മുത്തിട്ടിട്ട് രണ്ട് ചെറിയ മുത്തം കൊള്ളുക, വലിയ മുത്തം കൊള്ളുക. ഈറ്റ് ചെറിയൊരു ഈയത്തിൻ്റെ പീസ് വെയിറ്റ് എടുത്തില്ലേ, അതിടുക. ഏകദേശം അവിടെ ആയിട്ട് വെച്ചിട്ട് ആ പ്ലെയർ വെച്ച് നമുക്കി കൊടുത്താൽ മതി, വെയിറ്റ് അവിടെ ഇരുന്നോളൂ. ഇട്ടതിന് ശേഷം ലൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. കൊടുക്കുന്നതിന് മുന്നായിട്ട് എൻ്റെ ഒരു ചെറിയ ഹുക്കിരിപ്പുണ്ട്. ട്രിപ്പിൾ ഹൂക്കാണ് നല്ലത്, പക്ഷെ അതിൻ്റെ ട്രിപ്പിൾ ഹുക്കില്ല. അതുകൊണ്ട് ചെറിയൊരു സ്പ്ലിറ്റ് റിങ് ചെറുതിട്ടിട്ട് ആ ഹുക്ക് കയറുമെങ്കിൽ അങ്ങനെ ഇട്ടാലും മതി. പക്ഷെ എനിക്കിപ്പോൾ ഹുക്ക് അതിൻ്റെ കൂടെ കയറുന്നില്ല, ചെറിയ ഹുക്കാണ്ട്. അതുകൊണ്ട് ഞാൻ ഇതുപോലെ സ്പ്ലിറ്റ് റിങ് ഇടുക. ഇതുപോലെ സ്പ്ലിറ്റ് റിങ് ഇടുക. ഇത് മടക്കുക ചുറ്റിനും. അവിടെ നേരത്തെ കട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ചില നീളം വിട്ട് ചെയ്യുക, ഇതാകുമ്പോൾ പെട്ടെന്ന് മടങ്ങി വരും. ഇങ്ങനെ കറങ്ങി വരും. അപ്പം ചെറിയ പരൽ മീനാന്നൊക്കെ വിചാരിച്ച് കുറുവ പരൽ, പിന്നെ അങ്ങനത്തെ ചെറിയ മീനുകളൊക്കെ അടിക്കും. ഇതിന് ട്രിപ്പിൾ ഹുക്ക് ഇടുന്നതല്ല, ഇതാകുമ്പോഴത്തേന് പെട്ടെന്ന് ഹുക്കായാലും ഒറ്റ ഹുക്കല്ലേ ഉള്ളൂ, കയറാൻ ചാൻസ് ചിലവുള്ളൂ. നിങ്ങളിടുമ്പോൾ ട്രിപ്പിൾ ഹുക്ക് ഇടുക. പിന്നെ വലിയ വെയിറ്റ് ഒന്നുമില്ല, ലോങ് കാസ്റ്റിംഗ് ഒന്നും കിട്ടത്തില്ല. ഈ ഒഴുക്കത്തൊക്കെ ഇടുവാണെങ്കിൽ നല്ല ആക്ഷൻ ആയിരിക്കും. നമ്മുടെ ഡെക്കാത്തലോൺ 0 സൈസ് സ്പിന്നറില്ലേ, അതിൻ്റെയൊക്കെ ഏകദേശം ഒരു അനിയനായിട്ടൊക്കെ വരും. നമ്മൾ ചെയ്ത് നോക്ക്, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഓക്കെ.